ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ പ്രശോഭ് വത്സന് കോടതിയിൽ നിന്നും തിരിച്ചടി. പ്രതി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി തള്ളി. ഉദ്യാനത്തിൽ സന്ദർശകരിൽ നിന്നും കരാർ കമ്പനിയായ FSIT വരുമാനം പിരിക്കുന്നത് കരാർ ലംഘനമാണെന്ന് എഗ്രിമെന്റ് അതോറിറ്റിയായ KIIDC ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിരുന്നു. ടിക്കറ്റ് കൗണ്ടറും മറ്റ് സാമഗ്രികളും ഒഴിഞ്ഞു തരണമെന്നും പിരിച്ചെടുത്ത തുക സർക്കാരിൽ നിക്ഷേപിക്കണമെന്നും നോഡൽ ഓഫീസർ പലതവണ ആവശ്യപ്പെട്ടിട്ടും കമ്പനി തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ സർക്കാർ വരുമാന നഷ്ടം ഒഴിവാക്കുന്നതിനായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ മണ്ണാർക്കാട് പോലീസിന്റെ സാന്നിധ്യത്തിൽ സ്ഥലത്തെത്തി കൗണ്ടർ ഏറ്റെടുക്കുകയായിരുന്നു. ഇതിപ്പോ ഇവിടുന്ന് കഴിഞ്ഞ 3 മാസത്തോളം നമ്മള് പൈസ പിരിച്ചു കെട്ടിയപ്പോഴൊന്നും ഇങ്ങനത്തെ ഇഷ്യൂ വന്നിട്ടില്ല. ഇപ്പോഴാണ് അങ്ങനെ വന്നത്. സ്ഥലം കമ്പനിയുടെ പേരിൽ 30 വർഷത്തേക്ക് ലീസിന് കൊടുത്തു കഴിഞ്ഞു. പിന്നെ കിക്ക് പണം പിരിക്കുന്നതിനുള്ള റൈറ്റ് അവിടെ തന്നിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് ആര് പിരിക്കണമെന്നോ അല്ലെങ്കിൽ റൺ ചെയ്യണമെന്നോ ഒന്നും കിക്ക് വ്യക്തമാക്കിയിട്ടില്ല. അല്ലെങ്കിൽ കിക്ക് നമുക്കത് എഴുതണം, ഇത് തിരിച്ച് അവർക്ക് തന്നെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇതാക്കണം എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്കത് ഓക്കെ ക്ലിയർ ആയി. കിക്ക് അങ്ങനെ ആ വാക്കായി വെച്ചിട്ടില്ല. പിന്നെ ഞങ്ങളിപ്പോ കിക്കിന് 2-3 ദിവസം മുമ്പ് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വർക്കിന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യണം, അതിന് അനുമതി തരണം, ഇന്ന ബിൽഡിങ്ങുകൾ ഡിമോളിഷൻ ചെയ്യണം, കാര്യങ്ങളൊക്കെ അതിന് അനുമതി തരണം 3 ദിവസം മുമ്പ് കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് റിപ്ലൈ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാമെന്ന് എഴുതിയിട്ടായിരുന്നു. അപ്പൊ അതിന്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. 2 മാസം മുൻപേ ഏറ്റെടുക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും കോങ്ങാട് മണ്ഡലത്തിലെ ചില രാഷ്ട്രീയ ഇടപെടലുകൾ കാരണമാണ് നടപടികൾ വൈകിയതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. 13/4/2026 മുതൽ സർക്കാർ നേരിട്ടാണ് ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത്. സ്വകാര്യ കമ്പനി ഏറ്റെടുത്തപ്പോൾ കോടികളുടെ പദ്ധതികളും നൂതനമായ റൈഡുകളും വരുമെന്നായിരുന്നു വലിയ പ്രതീക്ഷ നൽകിയിരുന്നത്. എന്നാൽ സർക്കാർ നേരിട്ട് നടത്തിപ്പ് ഏറ്റെടുക്കുമ്പോൾ നിലവിലുള്ള റൈഡുകളുടെ കാര്യത്തിൽ എന്തു തീരുമാനമുണ്ടാകുമെന്നത് കണ്ടറിയണം. സർക്കാർ മേൽനോട്ടത്തിൽ ഉദ്യാനം പഴയതിലും മികച്ച രീതിയിൽ വികസിപ്പിക്കപ്പെടുമോ അതോ വികസന പദ്ധതികൾ മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ നാട്ടുകാരും സന്ദർശകരും. CCN മണ്ണാർക്കാട്.